ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ കുക്ക് ഫുഡ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നല്ല ഈസി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചില്ലി ചിക്കനാണിത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ആമസോണിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് ഞാൻ തലേ ദിവസമാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ്. 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 കിലോ ചിക്കനിൽക്കാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ, നാച്ചുറൽ കളർ തന്നെയാണ്. നിങ്ങൾക്ക് ഇനി കളർ വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ കുറച്ച് കളറൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഞാൻ പിറ്റേ ദിവസമാണ് ഈ ഒരു ചില്ലി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല എണ്ണ നന്നായിട്ട് ചൂടായാൽ ചിക്കൻ പീസസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ഒരു ചില്ലിക്ക്. ഈ കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ ഈ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അത് എന്തായാലും നിങ്ങൾ ചേർക്കണം. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. പലർക്കൊക്കെ അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ്. അപ്പോൾ കുറച്ചും കൂടി വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നന്നായിട്ടൊന്ന്, അധികം ഇങ്ങനെ ചിക്കൻ മൊരിഞ്ഞ് വരണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുക്കായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. അധികം മൊരിഞ്ഞാൽ അത് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പിലയും ഈ ഒരു ചില്ലിയൊക്കെ ഉണ്ടല്ലോ, മുളക്, പച്ചമുളകൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഞാനിതൊരു അരിപ്പയിലേക്ക് മാറ്റുകയാണ്, എണ്ണയൊക്കെ മാറി വരാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോഴും നമ്മൾ വേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലൊരു കാസറോളിൽ അടച്ച് വെക്കുകയാണ് കേട്ടോ കുറച്ച് നേരം. ഇതിന് മുകളിൽ കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ സബോള ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക, കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാ ഒരു സ്മെല്ലുണ്ടല്ലോ, സബോളയുടെയൊക്കെ ഒരു സ്മെല്ല്, ഉള്ളിയുടെയൊക്കെ സ്മെല്ല് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ആവിയിലിരുന്നിട്ട് ആ സബോളയൊക്കെ ഒന്ന് റെഡിയായി വരണം. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചില്ലി ചിക്കനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പിയാണ് പുറത്ത്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇനി നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ആമസോണിൽ. അപ്പോൾ ആദ്യത്തെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഐറ്റം ഓപ്പൺ ചെയ്യുന്നത് മോളാണ്. ഇത് കിച്ചണിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇതൊന്ന് വാങ്ങിക്കണമെന്ന്. കണ്ടോ, ഇതാണ് സോപ്പ് പമ്പ്.
നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു പമ്പിലൂടെ വെള്ളം വരും. ഈ ഒരു ഹോളിലൂടെ നമുക്ക് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ അത് വരും. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിക്കുകയാണ്. ഇനി കുറച്ച് വെള്ളം കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്യാം. നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യണത് നോക്കാം കേട്ടോ. ഇനി ഇത് അടയ്ക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഡിഷ് വാഷിംഗ് ലിക്വിഡ് മാത്രമാണ് ഇതിലേക്ക് വരുള്ളൂ കേട്ടോ. ഈ ഒരു ചെറിയ ഹോളിലൂടെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അടിയിലത്തെ ആ വെള്ളം ലിക്വിഡൊന്നും നാശാവില്ല, അതുപോലെ തന്നെ ഒരു ചീത്ത സ്മെല്ലൊന്നും വരില്ല. അപ്പം നല്ല ഹെൽപ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ മക്കളൊക്കെ അത് ഇങ്ങനെ അമർത്തി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. ഇതൊരു ചോക്ലേറ്റ് മോൾഡാണ് കേട്ടോ. നമുക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഐറ്റം. അടുത്തത് ഞാൻ ഈ ഒരു റിംഗ് ലൈറ്റാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ലൈറ്റ് കുറച്ചും കൂടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിംഗ് ലൈറ്റ് മേടിച്ചിട്ടുള്ളത്. നല്ല ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ മൊബൈൽ വെക്കുകയും ചെയ്യാം. ഈ ഒരു പ്ലഗിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുത്തി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പവർ ബാങ്ക് ഉണ്ടല്ലോ, പവർ ബാങ്കിലേക്കും കുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് പോകുമ്പോഴൊക്കെ പവർ ബാങ്കിലേക്ക് കുത്തി കൊടുക്കുകയാണ് നല്ലത്. നമുക്ക് ഔട്ട്ഡോറൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് പ്ലഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു പവർ ബാങ്കിലേക്ക് ഈ ഒരു കേബിൾ കുത്തി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പല കളറിലുള്ള ഈ ഒരു ലൈറ്റാണ് ഇത് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. വാം ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രൈറ്റ് ലൈറ്റ് ഉണ്ട്. ഇത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. ഇതിൽ തന്നെ മൊബൈൽ ഹോൾഡറും വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ മൊബൈലും അവിടെ വെക്കാം കേട്ടോ. കണ്ടോ, പല കളറിലുള്ള ലൈറ്റുകളാണ് ഇതിൽ വരുന്നത്. വാം ലൈറ്റ് ഉണ്ട്, ബ്ലൂ ലൈറ്റ് ഉണ്ട്, നോർമൽ ലൈറ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അടുത്തത് ഞാൻ ഈ ഒരു മൈക്കാണ് മേടിച്ചത്. ഇത് ബോയൻ്റെ മൈക്കാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയൊരു മൈക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു മൈക്ക് ഉപയോഗിക്കാം. എത്ര ലോങ് എന്ന് വേണമെങ്കിലും ഇത് ചെയ്യാം, കാരണം നല്ല ലെങ്ത്താണ് ഈ ഒരു കേബിളിന്. അടുത്തത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഈ ഒരു ബ്രഷ് ഹോൾഡറാണ്. ടൂത്ത് പേസ്റ്റും ബ്രഷ് ഹോൾഡറും രണ്ടും ഉണ്ട്. നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് ഈ പല്ലിയൊന്നും നമ്മുടെ ഈ ബ്രഷ് വന്നിട്ട് ഒന്നും ചെയ്യില്ല. അപ്പോൾ എനിക്ക് ആ ഒരു പ്രോബ്ലം നല്ല ഉണ്ടായിരുന്നു. ഞാൻ കുപ്പിയിലൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് ഞാനൊരു മോൾക്കൊരു സർപ്രൈസ് കൊടുത്തതാണ് കേട്ടോ. ചെറിയ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചതാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ ബലൂൺസും അതൊക്കെ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അൺബോക്സിങ് മാത്രമേ ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്